പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാള സിനിമയിലെ നടിയും ഒരു വനിതാ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വനിതയുമായിട്ടുള്ള മഞ്ജു വാര്യരെക്കുറിച്ച് അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ച് ഞാൻ തന്നെ ഈ പറഞ്ഞ പോലെ വിമർശനപരമായി ഒന്നിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന് ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ഒരു സംവിധായകനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. രണ്ടാമത്തെ ഒരു വിവാദം മറ്റൊരു സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അവരുമായി ഉണ്ടായ രണ്ടാമത്തെ വിവാദം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളായിരുന്നു. ഇതിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെക്കുറിച്ച് ഞാൻ തന്നെ ഒന്നിലധികം വീഡിയോകൾ ചെയ്യുകയുണ്ടായി. എന്തായാലും സുഹൃത്തുക്കളെ, ആ വിവാദങ്ങളൊന്നും അടങ്ങുന്നില്ല എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മഞ്ജു വാര്യരും സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സിനിമ സംവിധായകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു പുതിയ വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകനാണ് എന്ന് ഞാൻ പറയും. അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ളത് 7 സിനിമകളിലൂടെയാണ്. ആ സിനിമകളെന്ന് പറയുന്ന ഒരാൾ പൊക്കം, ഒഴിവു ദിവസത്തെ കളി, ഉന്മാദിനിയുടെ മരണം, സെക്സി ദുർഗ, ചോല, കയറ്റം, വഴക്ക്, ഇങ്ങനെ 7 സിനിമകളാണ്. അതിൽ 2 സിനിമകൾ ഇറങ്ങിയിട്ടില്ല, ബാക്കിയുള്ള സിനിമകൾ ഒക്കെ ഇറങ്ങിയതാണ്. ആ 7 സിനിമകൾക്കും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യ സിനിമയ്ക്ക് ബെസ്റ്റ് ഡയറക്ടറുടെ അവാർഡ് ലഭിച്ചു. അതിനുശേഷം ഉള്ളത് പിന്നെ ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. പിന്നെ ഏതാണ്ടൊരു 12ഓളം അന്തർദേശീയ അവാർഡുകൾ ഒക്കെ വാരിക്കൂട്ടിയ 7 സിനിമകളുടെ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. സുഹൃത്തുക്കളെ, ആ സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യരുമായി ഉണ്ടായിട്ടുള്ള വിവാദത്തിൽ പുതിയ ഒരു സംഭവവികാസം ഇപ്പം നടന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഈ മഞ്ജു വാര്യരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ മഞ്ജു വാര്യരും സനൽകുമാർ ശശിധരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരൻ രംഗത്ത് വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ജു വാര്യർക്ക് തന്നോട് പ്രേമമായിരുന്നുവെന്നും തന്നെയും മഞ്ജു വാര്യരെയും തമ്മിൽ കാണാൻ ഏതോ അദൃശ്യ ശക്തികൾ അനുവദിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് രംഗത്ത് വന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ 2 കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തിയതിനെ തുടർന്ന് പൊടുന്നനെ വളരെ ദുരൂഹമായി കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടന്നു. അതൊക്കെ വലിയ വിവാദമായതാണ്, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, പിന്നീട് ജാമ്യത്തിൽ വിട്ടു. തൊട്ടുപുറകെ മഞ്ജു വാര്യർ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. തന്നെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്തു. അതൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ അന്ന് വലിയ വിവാദമുണ്ടായത്. പിന്നീട് ആ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി. പിന്നീട് അതിനെക്കുറിച്ച് നമ്മളൊന്നും കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ വിവാദത്തിൻ്റെ തുടർച്ചയെന്നോണം ചില സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ സംവിധായകൻ അദ്ദേഹം ഇന്ത്യ വിട്ടുപോയി. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായി അദ്ദേഹം അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മഞ്ജു വാര്യരുമായി നടത്തിയ ഏതാണ്ട് 45 മിനിറ്റോളം വരുന്ന ഒരു സംഭാഷണ ശകലം മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു.
അതല്ല മഞ്ജു വാര്യരുടെ ശബ്ദമല്ല അതിലുള്ളത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും മഞ്ജു വാര്യരുമായി താൻ നടത്തിയ ഏതാണ്ട് 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണം, അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഭാഷണ ശകലം ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു. മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് 3 വർഷം മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ടതും അതേ തുടർന്ന് അവരുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളപ്പരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാവും. അന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഇന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം. എൻ്റെ അറസ്റ്റിന് ശേഷം 2022 നവംബറിൽ മഞ്ജു വാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു. എൻ്റെ ജീവന് വേണ്ടിയുള്ള ചേസിങ് കൂടിയായപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ നിരന്തരം അപരനാമത്തിൽ സംസാരിക്കുന്നു. 3 ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചതിൻ്റെ ശബ്ദരേഖയാണ് ഇത്. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് അദ്ദേഹം 2-3 ദിവസങ്ങൾക്ക് മുമ്പിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു. സുഹൃത്തുക്കളെ, ആ ഓഡിയോ സംഭാഷണം ഞാനും കേൾക്കാനിടയായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാനുള്ളതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് മഞ്ജു വാര്യരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. മഞ്ജു വാര്യർ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എങ്കിൽ ഈ വിഷയത്തിൽ ദുരൂഹതകൾ തുടർന്നും നിലനിൽക്കും എന്നാണ് എനിക്ക് മഞ്ജു വാര്യരോട് സൂചിപ്പിക്കാനുള്ളത്. മഞ്ജു വാര്യർ 2-3 വർഷങ്ങൾക്ക് മുമ്പ് സനൽകുമാർ ശശിധരനെതിരെ കേസ് കൊടുത്തിരുന്നു. കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസ് നിലനിൽക്കുന്ന സമയത്താണ് സനൽകുമാർ ശശിധരൻ ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് പോയത്. അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിലാണുള്ളത്. അദ്ദേഹം മഞ്ജു വാര്യരുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാനത് പൂർണ്ണമായി കേട്ടു. മഞ്ജു വാര്യരുമായിട്ടാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടും. അത് ഇൻ്റർനെറ്റിലൂടെയുള്ള കോളുകളാണ്. സുഹൃത്തുക്കളെ, ആ സംഭാഷണം കേട്ടതിൽ നിന്നും അതിനെ തുടർന്ന് ആ സംഭാഷണവും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനൽകുമാർ ശശിധരൻ എനിക്ക് ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കൂടി അയച്ചത്. ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം നമുക്കത് വിശകലനം ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം മഞ്ജു വാര്യരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ്, സനൽകുമാർ ശശിധരൻ എനിക്ക് അയച്ചു തന്ന ആ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഇനിയൊന്ന് കേൾക്കാം. ഇതിലിപ്പോ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഇവരോട് ഒരു താല്പര്യം തോന്നി. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാത്തത് കൊണ്ട് ഇതൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു തടസ്സം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരിക്കലും ഇവരെ കാണാൻ പോകുന്നത്. കോട്ടയത്തൊരു പ്രോഗ്രാമിൽ കാണാൻ പോകുമ്പോൾ, അപ്പോൾ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ കുറച്ച് ആളുകൾ, ഇവരുടെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ട് ഇവരൊരു വണ്ടിക്കകത്ത് തള്ളിക്കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഇന്നലെ പബ്ലിഷ് ചെയ്ത ശബ്ദരേഖയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ഹാവ് ഫക്ഡ് ഓഫ് എന്ന്. അപ്പോൾ എനിക്ക് അത് കണ്ടിട്ട് ഒരു സ്ത്രീ തടവിലാണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഇവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് തോന്നുന്നതും ഞാൻ പോസ്റ്റ് ഇടുന്നതും അതിനുശേഷം ഒരു കള്ള പരാതി ഉണ്ടാവുന്നു. ശരിക്കും ആ പരാതി ഉണ്ടാവുന്നതൊക്കെ ഇത് ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാൻ കേരളത്തിലെ ക്രമസമാധാനം പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. ആ പരാതി അയച്ചതിൻ്റെ പിറ്റേ ദിവസമാണ്, അന്ന് രാത്രി എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഫ്രെയിം ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനിൽ. അപ്പോൾ ഞാൻ ലൈവ് പോയത് കൊണ്ട് ഈ പ്ലാൻ പൊളിഞ്ഞുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നോട് അർദ്ധരാത്രി പറയുന്നു, ഇറങ്ങി പൊക്കോളാൻ പറയുന്നു. വെറുതെ അവിടെ ഒപ്പിട്ടിട്ട് പൊക്കോളാൻ. ഞാനത് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു കോടതിയിൽ കൊണ്ടുപോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോടതിയിൽ പോകുന്നതും എനിക്ക് ജാമ്യം കിട്ടുന്നതൊക്കെ. ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട്
ഏഹ്, എന്നെ ഫോണ് തന്നില്ല. ഫോൺ 2 ഫോണും അവർ ഇപ്പോഴും പിടിച്ചു വച്ചേക്കുകയാണ്. 2 മാസത്തോളം എനിക്ക് മെയിലോ, ഫേസ്ബുക്കോ ഒന്നും തന്നെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന്, വേറൊരു ഐഡിയിൽ നിന്ന് ഇവരെന്നെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്നെ കണക്ട് ചെയ്തിട്ട് ഏഹ്, ഒരു ഒരു സ്ത്രീയുടെ പേരിലാണ് പറയുന്നത്. എനിക്കൊരു സിനിമ ചെയ്യാൻ പോകുന്നു. അതിനൊരു ഗൈഡൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ കള്ളത്തരം തോന്നി. ഒരു 2, 3 ദിവസത്തെ ചാറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആളാരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, "ഇനി നിൻ്റെ ലൈഫിൽ വേറെ ആരും വേണ്ട, ഞാൻ മതി" എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറപ്പായി. അപ്പോൾ ഞാൻ ചോദിച്ചു, "മഞ്ജു ആണോ?" എന്ന് ചോദിച്ചു. അല്ല" എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, "എന്താ ഇങ്ങനെ പറയാൻ കാരണം?" "അത് നിങ്ങളോട് എനിക്ക് ഭയങ്കര പ്രേമമാണ്." അപ്പോൾ ഞാനത് കൺഫ്രണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, "എനിക്ക് നിങ്ങളോട്, എന്നെ അറിഞ്ഞൂടാത്ത ഒരാളോട് എനിക്കെങ്ങനെ പ്രേമം വരും?" അങ്ങനെ ആ ചാറ്റ് 2 വർഷത്രയോ, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു ശരിക്കും. അങ്ങനെ അത് നീണ്ടു നീണ്ടു പോകുന്നു. ഞാൻ വളരെ വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് വളരെ നിലവിളിച്ച് കരയുകയാണ്. "എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ പ്രേമമാണ്, മനസ്സിലാവുന്നില്ലേ" എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആരാണ് എന്ന് മനസ്സിലായി. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. ഇടയ്ക്ക് പിന്നെ 1, 2 തവണ ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കി പിരിഞ്ഞു. ഞാൻ അമേരിക്കയിൽ വന്ന ശേഷം, അമേരിക്കയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. ആ സ്ഥിതിയായിരുന്നു. അത്രയും ദുഷ്കരമായ ഒരവസ്ഥ വന്നപ്പോഴാണ് പിന്നെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമേരിക്കയിലേക്ക് വരുന്നത്. അപ്പോൾ അമേരിക്കയിൽ വന്നപ്പോൾ ഞാൻ ഇവർക്കൊരു മെസ്സേജ് അയച്ചു അതേ ഐഡിയിൽ. അന്ന് മുതൽ നിരന്തരം സംസാരിക്കുന്നു. നിരന്തരം സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ഈ പേര് മാത്രം മഞ്ജു വാര്യരല്ല എന്ന് പറയുമെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും. 2 വർഷമായിട്ട് സംസാരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം ഒരു ഏപ്രിലിൽ ഞങ്ങൾ വീണ്ടും പിണങ്ങി. ഒരു 4 മാസത്തോളം മിണ്ടാതിരുന്നു. അതിനുശേഷം ഒരു ഓഗസ്റ്റിൽ ഞങ്ങൾ വീണ്ടും മിണ്ടി തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം. പിന്നെ അതുവരെ വളരെ പ്രേമമാണ്. എന്നെ ഇവിടെ വരും, കാണും, പിന്നെ ഇതെല്ലാം ശരിയാക്കും. മിക്കവാറും സമയം കരച്ചിലാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് അത് മാറി, ആ കരച്ചിലൊക്കെ മാറി. അപ്പോൾ ഈ ഓഗസ്റ്റിൽ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ "ഞാൻ ശ്രമിച്ചു, പിന്നെ പരാജയപ്പെട്ടു. എന്നീ പ്രേമം പോയി, പൊക്കോളാൻ" പറഞ്ഞു. ഞാൻ പറഞ്ഞു, "എന്താ സംഭവം?" അങ്ങനെയാണ് ഞാൻ ഈ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഈ ടെലിഫോൺ, എൻ്റെ ഫോൺ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടെല്ലാം ഉണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്നും. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇതാണ്: എന്നെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ള എൻ്റെ നിലപാട് ശരിയാണ് എന്നതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കാരണം ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിലും അവരുടെ മകളുടെ ലൈഫ് ത്രെട്ടിലാണ്, അവരുടെ ലൈഫ് ത്രെട്ടിലാണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ലൈഫ് ത്രെട്ടിലാണ്. അതൊന്ന് റിസ്ക് ചെയ്തുകൊണ്ട് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതെന്താണിത്? കേരളമല്ലേ? ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, അവർ ഡൈവോഴ്സ്ഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. പരസ്പരം സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? ആരാണ് തടസ്സം നിൽക്കുന്നത്? ഇതിൽ ഏറ്റവും തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത്, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയായിരുന്നു. ആ സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ എല്ലാ പോലീസുകാരും ഉണ്ടായിരുന്നു. എല്ലാ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കറിയേണ്ടത് എന്തിനാണ് ഞാൻ മഞ്ജു വാര്യരെ കാണുന്നത്, മഞ്ജു വാര്യരെ കല്യാണം കഴിക്കാനാണോ കാണുന്നത്, മേലാൽ കാണാൻ പാടില്ല. ഇതൊക്കെയാണ് പോലീസുകാർ എന്നോട് പറയുന്നത്. പോലീസുകാർക്ക് എന്താണ് പ്രശ്നം? ഈ മഞ്ജു വാര്യരുടെ പേരിലുള്ള പരാതി കള്ളപ്പരാതിയാണെന്ന് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. അത് അങ്ങനെ തന്നെയാണെന്ന് ആ ഫോൺ കോൺവെർസേഷനിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? എന്തിനാണ് പോലീസുകാർക്ക് ഇതിനകത്ത് താല്പര്യം? ഇതൊക്കെ
എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊന്നും ഈ ഫോൺ കോൺവെർസേഷനിൽ വെളിവാകുന്നുമില്ല. ഈ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷേ 2 മനുഷ്യർക്ക് സ്വാതന്ത്ര്യമില്ലേ? പരസ്പരം കാണാനും സംസാരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമില്ലേ? ഈ കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഇപ്പോൾ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഞാൻ പലതവണ ഞങ്ങൾ ഈ ഇപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പലതവണ പറഞ്ഞു, ആ കേസ് പിൻവലിക്കൂ. അതേപ്പറ്റി സംസാരിക്കാൻ പറയുന്നത് അവരുടെ വക്കീലുമായിട്ട് സംസാരിക്കണം. എന്നിട്ട് ഞാനത് പിൻവലിക്കണം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കേസ് കൊടുത്ത് ഞാനൊന്നും ചെയ്തിട്ടല്ല. അത് എന്ത് നീതിയാണ്? അത് ആരാണത് നിയന്ത്രിക്കുന്നത്? ആ ആ ആ കോൺവെർസേഷൻ, ടെലിഫോൺ കോൺവെർസേഷൻ ഞാനത് റെക്കോർഡ് ചെയ്തതിൻ്റെ കാരണം ഈ ഇടക്കാലത്ത് ഇവൾ കാണിച്ച ഈ ഫ്രസ്ട്രേഷനാണ്. പിന്നെ അതുകൊണ്ടാണ് അത് റെക്കോർഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വളരെ വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനാണത്. അതൊരു സോഷ്യൽ ഈവിളാണ്. ഒരാളെ അവരുടെ ബന്ധങ്ങളുടെ പേരിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ആരുടെയൊക്കെയോ ഇംഗിതത്തിനനുസരിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക, ആർക്കെങ്കിലുമൊക്കെതിരെ കേസ് കൊടുപ്പിക്കുക. എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് എൻ്റെ കരിയർ ഇല്ലാതാക്കുന്നു, എന്നെ നാട്ടിൽ നിൽക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇതാക്കുന്നു. ഇത് ആരാണ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായത്, ഞാൻ CPM-ന്റെ ഈ ഭരണത്തെപ്പറ്റി, പിണറായി വിജയൻ ഭരണത്തെപ്പറ്റി വളരെ നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതാണ് ഒരു കാരണം എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ ഒരു ഉപകരണമാക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. സുഹൃത്തുക്കളെ, ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഓഡിയോ ക്ലിപ്പിലൂടെ സനൽകുമാർ ശശിധരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത്, ഈ മഞ്ജു വാര്യർ കഴിഞ്ഞ 2 വർഷക്കാലമായി അമേരിക്കയിൽ ജീവിക്കുന്ന സനൽകുമാർ ശശിധരനുമായി നിരന്തരമായി ഒരു ഫേക്ക് ID-യിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അദ്ദേഹം പറയുന്നത് 2 മാസത്തിന് മുമ്പ് വരെ ഫേക്ക് ID-യിൽ നിന്ന് അവർ വിളിച്ചു. അവരാരാണെന്ന് വെളിപ്പെടുത്തിയില്ല. താനൊരു സിനിമ ചെയ്യാൻ പോകുന്നു, അതിന് ഗൈഡൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ 2-3 ദിവസം സംസാരിച്ചത്. 2-3 ദിവസം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സനൽകുമാർ ശശിധരൻ പറയുന്നു, തനിക്കവരെ ആരാണെന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, എനിക്കിനി ജീവിതത്തിൽ ആരും വേണ്ട, എനിക്ക് നിങ്ങൾ മതി എന്ന് പറഞ്ഞു. അപ്പം ആ സംഭാഷണം നിരന്തരം നീണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈനംദിനം അവർ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു, പ്രേമമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പലപ്പോഴും നിലവിളിച്ചു, കരഞ്ഞു, നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ അവർ 2-3 മാസത്തേക്കൊന്ന് പിണങ്ങിയതിന് ശേഷം വീണ്ടും സംസാരിച്ചു. കുറേ നാൾ പ്രേമമായിരുന്നു എന്ന് പറഞ്ഞു, ഇനി പ്രേമമല്ല എന്ന് പറയുന്നു. എന്തായാലും ഈ സംഭാഷണത്തിൻ്റെ അവസാനം അവർ തന്നോട് പറഞ്ഞത് അവരുടെ ജീവൻ അപകടത്തിലായിരിക്കുന്നു എന്നാണ്. അവർ ആ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗത്ത്, ഇറ്റ് ഈസ് ദ ലൈഫ് ഓഫ് മൈ ബ്ലഡ്, അതായത് എൻ്റെ ചോരയുടെ ജീവനും അപകടത്തിലാണെന്നുള്ള നിലയിൽ അവർ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അവർ സനൽകുമാർ ശശിധരനുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ചില അവസരത്തിൽ ഐ ആം ഓൾറെഡി റൂയിൻഡ്, കൂടുതൽ എന്നെ റൂയിൻ ചെയ്യരുത് എന്ന് പറയുന്നു. അവരുടെ ലൈഫ് ത്രറ്റനിങ് സിറ്റുവേഷനെ കുറിച്ചിട്ട് അവർ പറയുന്നു. അവർ ഒരു ഘട്ടത്തിൽ സനൽകുമാർ ശശിധരനോട്, യു ആർ ബിക്കമിങ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് മൈ ഡെത്ത് എന്നവർ പറയുന്നു. അപ്പോൾ അവരുടെ സംഭാഷണ ശകലവും സനൽകുമാർ ശശിധരൻ എനിക്ക് അയച്ചു തന്ന ആ ഓഡിയോ ക്ലിപ്പിംഗ് നിങ്ങളിപ്പോൾ കേട്ടതിൽ നിന്നുമൊക്കെ എനിക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളതാണ്. അവരോട് സനൽകുമാർ ശശിധരനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും അവർക്ക് കഴിയില്ല എന്നവർ പറയുന്നു. സനൽകുമാർ ശശിധരൻ പറയുന്നത് അത് ആരോ അവരെ കൊണ്ട് കൊടുപ്പിച്ചതാണ് എന്ന് സനൽകുമാർ ശശിധരൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും സനൽകുമാർ ശശിധരനുമായി
സനൽകുമാർ ശശിധരൻ്റെ അവകാശവാദ പ്രകാരം മഞ്ജു വാര്യരാണ് സംസാരിച്ചതെങ്കിൽ അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. സനൽകുമാർ ശശിധരൻ എനിക്ക് അയച്ചു തന്ന ഈ ഓഡിയോ ക്ലിപ്പിങ്ങിലും ആ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉരുത്തിരിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സനൽകുമാർ ശശിധരൻ പറയുന്നത് പോലെ അവരുടെ ജീവൻ അപകടത്തിലാണോ അല്ലയോ എന്നുള്ളതാണ്. അവരുടെ ജീവൻ അപകടത്തിലാണോ? അവരെ എന്തെങ്കിലും അദൃശ്യ ശക്തികൾ സ്വാധീനിക്കുന്നുണ്ടോ? ഏതെങ്കിലും അദൃശ്യ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ സ്വാധീനത്തിലാണോ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഈ നടി? അവരുടെയും അവരുടെ മകളുടെയും ഒക്കെ ജീവൻ അപകടത്തിലാണ് എന്ന് സനൽകുമാർ ശശിധരൻ പറയുന്നത് ശരിയാണോ? അമേരിക്കയിൽ കഴിയുന്ന സനൽകുമാർ ശശിധരനുമായി കഴിഞ്ഞ 2 വർഷക്കാലം നിരന്തരമായി അവർ ഫോണിൽ സംഭാഷണം നടത്തുകയുണ്ടായിട്ടുണ്ടോ? അത് ഫേക്ക് ഐ ഡിയിൽ നിന്നാണോ? സനൽകുമാർ ശശിധരനോട് നിരന്തരമായി മഞ്ജു വാര്യർ പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ? സനൽകുമാർ ശശിധരൻ ഇല്ലാതെ ജീവിതമില്ല എന്നുള്ള നിലയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? താൻ സനൽകുമാർ ശശിധരനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ തന്നെ കൊണ്ടാവില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ജീവിതം തകർന്നു എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ മകളുടെ ജീവിതം ഈ പറഞ്ഞ പോലെ അപകടത്തിലാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞിട്ടുണ്ടോ? ഏറ്റവും അവസാനമായി അവരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള സനൽകുമാർ ശശിധരൻ്റെ ആരോപണം ശരിയോ തെറ്റോ? ഇത് തെളിയിക്കേണ്ട ബാധ്യത ഇനി മഞ്ജു വാര്യർക്കാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം സനൽകുമാർ ശശിധരൻ വീണ്ടും മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നു. മഞ്ജു വാര്യരുമായി താൻ നടത്തിയ 3/4 മണിക്കൂർ നേരത്തെ സംഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അദ്ദേഹം പരസ്യമായി തൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡും ചെയ്തിരിക്കുന്നു. മഞ്ജു വാര്യർ ഇതുവരെ നിശബ്ദത തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ ഒരു മറുപടിയുമായി രംഗത്ത് വരണം എന്നാണ് പൊതുപ്രവർത്തകനും അവരുടെ ഒരു സുഹൃത്തുമായിട്ടുള്ള എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ വന്ന് പറയണം, തൻ്റെ ജീവൻ അപകടത്തിലാണോ അല്ലയോ? തൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണോ അല്ലയോ? തൻ്റെയും തൻ്റെ മകളുടെയും ജീവൻ അപകടത്തിലാണോ അല്ലയോ? താൻ സനൽകുമാർ ശശിധരനോട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? താൻ സനൽകുമാർ ശശിധരനെ കഴിഞ്ഞ 2 വർഷക്കാലമായി നിരന്തരമായി വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നോ ഇല്ലയോ? താൻ സനൽകുമാർ ശശിധരനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ തനിക്ക് പറ്റുമോ ഇല്ലയോ? ഈ കാര്യങ്ങളിലൊക്കെ മഞ്ജു വാര്യർ അന്തിമമായി ഒരു തീർപ്പ് കൽപ്പിച്ച് രംഗത്ത് വന്നില്ല എങ്കിൽ സനൽകുമാർ ശശിധരൻ പൊതുമണ്ഡലത്തിൽ പറഞ്ഞ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള ആ ഒരു വാദഗതി പൊതുജനം അംഗീകരിക്കേണ്ട അവസ്ഥ വരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.